ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമ്മൾ കുറേ പൈസ മുടക്കി പ്ലാറ്റ്ഫോം വർക്കൊക്കെ ചെയ്യുന്നത്. ഗൈസ്, ഇതായിട്ട് നമ്മുടെ വണ്ടിയിൽ നമ്മൾ പാച്ച് ചെയ്തേക്കണം. ഏകദേശം ഇവിടെ കോട്ടയായിരുന്നു, നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് 1800 രൂപയ്ക്ക് ചെയ്ത് കിട്ടിയെന്നുള്ള കാര്യം പറയാം. നിങ്ങൾ ശരിക്കും പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യാനായിട്ട് ഈ വണ്ടി പണിയാണ്, അതായത് കാറിൻ്റെ മെക്കാനിക്സിൻ്റെ അടുത്ത് കൊണ്ടുപോകരുത്. പാച്ച് വർക്കിനായിട്ട് മെയിനായിട്ടുള്ള ആൾക്കാർ, ഈ ഓട്ടോറിക്ഷയൊക്കെ പണിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയണം, ഇങ്ങനെ പറയണം, ചേട്ടാ എനിക്ക് പാച്ച് വർക്ക് ചെയ്യണം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഷേപ്പിൽ തന്നെ വേണ്ട, ജസ്റ്റ് ഒന്ന് ഈ സംഭവം ഒന്ന് മറച്ചു തന്നാൽ മതി, എന്തേലും എന്താ പറയുക ഇരുമ്പ് കഷ്ണം വെച്ചൊന്ന് മറച്ചു തന്നാൽ മതി എന്ന് മാത്രം പറയാം. അങ്ങനെയാണെങ്കിൽ അവർ പറയാം റെഡിയാക്കി തരാൻ മോനെ, പക്ഷേ ഷേപ്പും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇവർ ഈ കാര്യം ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫ്യൂൾ ലൈൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ അവർ വെൽഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടി ഉണ്ടാവും. അപ്പോൾ പുട്ടി വെച്ചിട്ട് നമുക്ക് മാനുവലി അടക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചടങ്ങുള്ളൂ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ പ്രൈമർ അടിക്കുക. പ്രൈമർ നമുക്ക് തന്നെ അടിക്കാവുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് 100 രൂപ എടുത്തു കഴിഞ്ഞാൽ സാധാരണ റെഡ് ഓക്സൈഡ് പ്രൈമർ കിട്ടും. കാണിച്ചു തരാം കേട്ടോ. അത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ. ഇതുണ്ടോ, ഇതാണ് സാധാരണ റെഡ് ഓക്സൈഡ്. ഇത് മതി നമുക്ക് അടിക്കാനായിട്ട്. ഇത് എത്രയാണ് 96 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനും പ്രൊട്ടക്ഷൻ ഉള്ള ഐറ്റമാണ് എപ്പോക്സി പ്രൈമർ എന്ന് പറയും. അതാണ് ഇത്. ഇപ്പം എനിക്കിവിടെ കംപ്രസറും കാര്യങ്ങളും കണ്ണുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പോക്സി പ്രൈമർ യൂസ് ചെയ്ത് അടിക്കാൻ പോകണം. നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നില്ല, ഞാൻ പറഞ്ഞ പോലെ ആ സംഭവം യൂസ് ചെയ്ത് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ചീപ്പായിട്ട് നമ്മൾ പാച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പോരായ്മയാണ് അതിനകത്ത് വരുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് ചോദിക്കുക, ഇവിടെയാണ് നമുക്ക് വെയിറ്റ് വന്നത്, സീറ്റ് നമ്മൾ ഇരിക്കാൻ നേരത്ത്. അതുകൊണ്ട് ഇവിടെയൊക്കെ പാച്ച് വരാൻ നേരത്ത് നിങ്ങൾ മെനക്ക് ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. കാര്യം ഇവിടെ നിന്ന് വെയിറ്റ് തന്നെയല്ല. അപ്പോൾ നമ്മളിത് പുട്ടി വെച്ച് നല്ലോണം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പെയിൻറ് അടിക്കുന്നതിന് മുന്നേ 120 പേപ്പറുണ്ട് ഉണ്ടോ, കുറച്ച് റഫായിട്ടുള്ള പേപ്പറാണ്. ഇത് വെച്ചിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ തുരുമ്പ് കളയണം. മാക്സിമം തുരുമ്പ് കളഞ്ഞാൽ മാത്രമാണ് നമുക്കിത് പെയിൻറ് അടിച്ചാൽ നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് പിന്നെ തുരുമ്പ് കയറും കേട്ടോ. പിന്നെ അടിക്കാൻ നേരത്ത് നിറച്ച് പ്രൈമർ അടിപൊളിയായിട്ട് അടിക്കണം. എയറായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ഇരുമ്പിന് വന്നു കഴിഞ്ഞാൽ പിന്നെയും തുരുമ്പെടുത്ത് തള്ളിപ്പോരും കേട്ടോ. ആ ഒരു വിഷയമുള്ളൂ. ഇനി നമുക്ക് പെയിൻറ് അടിക്കാം കേട്ടോ. ഇതിന് കംപ്രസറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മൊത്തം ക്ലീൻ ചെയ്യണം. മൊത്തം ക്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊക്കെ മാറ്റി തുരുമ്പൊക്കെ കളഞ്ഞ്, പിന്നെ നിങ്ങൾ ഈ സാൻഡ് ചെയ്ത ശേഷം നിങ്ങൾ തിന്നർ കുറച്ചെടുക്കുക. വേസ്റ്റ് തുണിയിലെടുത്തിട്ട് ജസ്റ്റ് തുടച്ച് കഴിയുമ്പോൾ തുരുമ്പൊക്കെ നിങ്ങൾ വരും. എന്നിട്ട് നിങ്ങൾ പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ പക്കയായിട്ട് എത്ര നാൾ വേണമെങ്കിൽ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പെയിൻറ് അടിക്കാം. പിന്നെ എൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ വേറൊരു വീഡിയോ, പഴയ വീഡിയോ ഞാൻ എൻ്റെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടെ ലിങ്ക്. എന്തായാലും നമുക്കിനി എപ്പോക്സി പ്രൈമർ അടിക്കാം. പിന്നെ എൻ്റെ വണ്ടി ഇത് ഇവിടെ കണ്ടോ, ഇവിടെ പെയിൻ്റൊക്കെ പക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ അടിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ചിലപ്പോഴാണ് അടിക്കുള്ളൂ. എന്തായാലും ഇങ്ങോട്ടേക്കൊന്നും അടിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ വലിയ പ്രശ്നമില്ല കേട്ടോ. ഈ തുരുമ്പുള്ള സ്ഥലത്ത് മാത്രമാണ് ചുമ്മാ അടിക്കുള്ളൂ. പിന്നെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ വയർ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം കണ്ടോ, ആ വയറൊക്കെ ഉണ്ടോ. പിന്നെ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെറിയ ഓട്ട, അതായത് ഇവിടെ ചെറിയ ഓട്ട ഉണ്ടാകും കേട്ടോ. ചെറിയ ഓട്ട ഉണ്ടെങ്കിൽ പുട്ടി വെച്ച് അടയ്ക്കാൻ നോക്കരുത്. അത് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതിന് പകരം മെറ്റൽ എപ്പോക്സി എന്ന് പറഞ്ഞൊരു ഗ്ലൂ കിട്ടും. ആ ഗ്ലൂ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ സംഭവം പിന്നെ പോവില്ല കേട്ടോ. അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. അല്ല നമുക്കിനി പ്രൈമർ അടിക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ സെന്നിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എപ്പോക്സി പ്രൈമറാണ് അടിച്ചേക്കണം. പിന്നെ നിങ്ങൾ ബ്രഷ് കൊണ്ട് അടിക്കുകയാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, നല്ല തന്നെയാണ് ബ്രഷ് വെച്ച് അടിച്ച് ചെയ്യും. ബ്രഷ് വെച്ച് അടിക്കണം ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിക്ക് തന്നെ പെയിൻറ് അവിടെ അടുത്താവും. കംപ്രസറിലാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ ഒരു കൂട്ടം അടിച്ചിട്ട് രണ്ടാമത്തെ കൂട്ടം അടിക്കണമെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ബ്രഷ് വെച്ച് അടിക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് തന്നെയായിരിക്കും. ഇതുണ്ടോ, നമ്മൾ അടിപൊളിയായിട്ട് എല്ലായിടത്തും പെയിൻറ് അടിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ള, തുരുമ്പുള്ള എല്ലായിടത്തും എപ്പോക്സി പ്രൈമർ അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുന്ന റസ്റ്റ് പ്രൊട്ടക്ഷൻ എത്തണം, അല്ലെങ്കിൽ പിന്നെയും തുരുമ്പ് പിടിക്കും. പിന്നെ ഞാൻ അടിയിലും കൂടി ഇച്ചിരി അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പാച്ച് വർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കൂടി അടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വണ്ടി വാഷ് ചെയ്ത് അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ എന്ന് പറയും, നമ്മുടെ വണ്ടിയുടെ അടിഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ ചെയ്യണമെങ്കിൽ ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ അതിനുള്ള ബഡ്ജറ്റില്ല. പിന്നെ എൻ്റെ വണ്ടിക്ക് അടിയിൽ അധികം തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതേ വണ്ടി അധികം വലിയ ഹാർഡ് യൂസൊന്നും ഞാൻ ചെയ്യാറില്ല. വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു 100-150 കിലോമീറ്റർ ഓടുന്നുള്ളൂ. അപ്പോൾ ഇതുണ്ട്, നമ്മൾ പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വെൽഡിങ് അറിയാവുന്നതുണ്ടെങ്കിൽ, എനിക്ക് വെൽഡിങ് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് വെൽഡിങ് വെച്ചിട്ട് ഞാൻ ഈ സംഭവം ഒന്നും ചെയ്യാത്ത പ്ലാറ്റ്ഫോമിൻ്റെ പണിയൊന്നും. ബാക്കി എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണി ഉള്ളതുകൊണ്ട് ഞാൻ പെയിൻറ്റിങ് ചെയ്തെന്നുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ പെയിൻറ്റർ ആവണമെന്നൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു ഞാൻ പറഞ്ഞാൽ ഒരു ബ്രഷും ഒരു 100 രൂപയുടെ പ്രൈമറും മേടിക്കാൻ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം അടിപൊളി അടിച്ചെടുക്കാൻ പറ്റും. മീൻസ് എൻ്റെ കാർപ്പറ്റ് നമ്മൾ വാഷിംഗ് മെഷീനിലാട്ടോ ക്ലീൻ ചെയ്യണേ. പിന്നെ ഒരു കാര്യം ചെയ്യാൻ നേരത്ത്, പിന്നെ നിങ്ങൾ വാഷ് ചെയ്യാൻ നേരത്ത് വെള്ളം നല്ലോണം തുറന്നു വിടണം. പിന്നെ ജസ്റ്റ് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഇവിടെ വാഷിംഗ് മെഷീൻ ഗ്ലാസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് തുറന്നിട്ട് ഇത് കറക്കി കൊടുത്താലും മതി, അല്ലെങ്കിൽ മോട്ടർ സ്റ്റക്കാവും, വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് ആയി പോകും. അതുകൊണ്ട് ഇപ്പോൾ നല്ലോണം ചെളി പോകണ്ട കേട്ടോ.
നമ്മുടെ സെൻ്റെ കാർപ്പറ്റ് നല്ല സൂപ്പർ ക്ലീൻ ആയിട്ടുണ്ട്. ആ പൊടിയൊക്കെ നല്ലോണം പോയി. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. അതിനായിട്ട് നമ്മൾ കാറിട്ട് കീറ്റിടാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ സെന്നിൻ്റെ കാർപ്പറ്റൊക്കെ പക്കയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടിയിലേക്ക് ഇതങ്ങ് കയറ്റാം. അപ്പോൾ നമ്മുടെ ഈ സെൻ്റെ കാർപ്പറ്റിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കേട്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കണേ. ഇത് സംഭവം നേരെ കയറ്റുക. അതായത് ഈ ഹോളുണ്ടോ, 2 ഹോളുള്ള ഇത് ഗിയർ കൺസോളിലാണ്. ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതുണ്ടോ, നമ്മൾ സീറ്റ് ബെൽറ്റിൻ്റെ ഇത് നമ്മൾ അഴിക്കണം കേട്ടോ. ഇവിടെ ഒരു 14 ബോൾട്ടാട്ടോ. അപ്പോൾ ഇത് കഴിക്കുക. നമ്മൾ കാർപ്പറ്റ് ഇടാന്നത്തെ ഓരോ സൈഡ് ക്ലിയർ ചെയ്ത് വന്നാൽ കേട്ടോ. പിന്നെ ഇവിടുത്തെ സൈഡ് ഉണ്ടോ, ഈ സൈഡ് കുറച്ചിൻ്റെ ഉള്ളിയിട്ട് കയറിയിരിക്കും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിടണം. പിന്നെ ഈ ഹോൾസ് ഉണ്ടത്, നമ്മുടെ സീറ്റിൻ്റെ അവിടുത്തെ ബോൾട്സ് കറക്റ്റ് ആ ഹോൾട്ട്, പിന്നെ നമ്മുടെ സീറ്റിൻ്റെ അവിടുത്തെ ഹോൾസ് ഇല്ലേ, അത് കറക്റ്റാണെന്ന് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഇതുണ്ട് ഈ ടാഗ് ഉണ്ടോ, ഈ ടാഗിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ കയറ്റിയിടാൻ പറ്റും. അയ്യോ, ഈ ഓട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ടാഗ് കയറ്റിയിടാൻ പറ്റും കേട്ടോ. അപ്പോൾ വലിയ ചടങ്ങൊന്നും ഇടാനായിട്ട് നമുക്കത് മൊത്തം സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ കൺസോളുണ്ട്, കൺസോൾ വെച്ചിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്യാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടു, നിങ്ങൾ ഈ ഡിക്കിയൊക്കെ തുറക്കുന്ന സംഭവമല്ലേ, ഇത് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റണം കേട്ടോ. പിന്നെ കേസ് ഒരു കാര്യം വിട്ടു വിട്ടത്, ഈ ഹോളുണ്ടോ, ഈ ഹോൾ മൊത്തം അടയ്ക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയ ഹോളും കൂടി വരുന്നുണ്ട്. എവിടെയാ, ഇതുണ്ടോ, അതിൻ്റെ ഈ റബ്ബർ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഈ കാർപ്പറ്റ് ഇടാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം മൊത്തം അടിച്ചു കയറും, പിന്നെ തുരുമ്പ് കയറും കേട്ടോ. ഞാൻ ഇത് പറയാൻ വിട്ടുപോയി, ഇതാണ്. പിന്നെ നമ്മൾ ഈ കാർപ്പറ്റിൻ്റെ അടിയിൽ ഇടുന്ന ഒരു സ്പോഞ്ച് പോലത്തെ ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അത് ഞാൻ ഇപ്പോൾ ഇടണമല്ലോ തൽക്കാലം, പിന്നത്തേക്ക് ഇടണം. കാരണം നമുക്ക് സ്പോഞ്ച് എന്തെങ്കിലും കെട്ടിയിട്ട് വെക്കാനായിട്ടാണ്. കരിന് കാർപ്പറ്റ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പൊടി പിടിക്കും, അതുകൊണ്ട് കേട്ടോ ഇട്ടേക്കണേ. അപ്പോൾ അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇടുവാണെങ്കിൽ നമ്മളിപ്പോൾ അതിന് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടാൻ തരം നേരെ പ്ലാറ്റ്ഫോമിൽ ചവിട്ടണം. ഈ ഒരു എന്താ പറയുക, ഇരുമ്പായിട്ടാണ് നമ്മൾ ടച്ച് ചെയ്യണം നമ്മുടെ കാലം, അന്നേരം നമുക്കൊരു സുഖക്കുറവുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി കമ്പനിക്കാരിട്ട ഒരു സാധനമുണ്ട്, ഒരു സ്പോഞ്ച് പോലത്തെ സാധനം. പക്ഷെ അത് ഇടരുത്, അത് ഇട്ട് കഴിയുമ്പോഴാണ് ഈ വെള്ളം കയറി പ്ലാറ്റ്ഫോം മൊത്തം പോണേ. അപ്പോൾ അതിന് ബെറ്ററായിട്ട് നിങ്ങൾ സ്പോഞ്ച് പോലത്തെ സംഭവം ഇടുമായിരിക്കും ബെറ്റർ. അത് ഓപ്ഷണലാണ്, ഇടണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഒരു പ്രിഫറൻസ് പോലെ ഇരിക്കും. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു സ്പോഞ്ച് കെട്ടിയിട്ട് അടിയിൽ ഇടണം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ സെന്റിൽ നമ്മളതേ ഫ്ലോർ മാറ്റ് വെച്ച് കാർപ്പറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കണ്ട, സീറ്റും വെച്ചു. പിന്നെ ഒരു ഡെക്കറേഷൻ ഞാൻ ഇത് ഇവിടെ ഒരു പൂച്ചിനെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇന്ന് സൗണ്ടും കേൾക്കും. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഞാൻ ഇത് ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട്, കാരണം ഇത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുന്നു കേട്ടോ. ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്ക് ഈ ഫ്ലോർ മാറ്റ് വെക്കാനും ഈ പാച്ച് വർക്കൊക്കെ ചെയ്യാനായിട്ട്. പാച്ച് വർക്ക് മാത്രം നമുക്ക് ബാക്കിയുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഈ ഫ്ലോർ മാറ്റ് വെക്കാൻ എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് ഇത് എല്ലാം ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ. പിന്നെ എൻ്റെ ഈ ബാക്ക് സീറ്റ് മാത്രം ഇച്ചിരി ചെളി പിടിച്ചിട്ടുണ്ട്, അതുകൂടെ എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളൂ. അത് നമുക്ക് ഇൻറ്റീരിയർ ക്ലീനിങ് വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കും ചെയ്യട്ടെ. കുറച്ച് പേരെ കടന്നുള്ളൂ. ഇതിനൊരു സംഭവം ഉണ്ട്, ഒരു വാക്യൂം ക്ലീനറുള്ള സാധനം ഉണ്ടെങ്കിൽ വലിച്ചെടുക്കണേ. അപ്പം എൻ്റെ ഇതൊന്നും ഇല്ല. ഇത് നേരത്തെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ ഇത് സീറ്റൊക്കെ പുറത്ത് ഇരുന്നിരുന്ന് അങ്ങനെ പോയതാട്ടോ. നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാന്നുള്ളൂ. അതിനുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഡാഷ്ബോർഡ് ഒന്ന് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് നോക്കി. ഇപ്പോൾ ഡാഷ്ബോർഡ് ക്ലീനർ എന്നുള്ള സംഭവം ഉണ്ട്, അവിടെ ഇപ്പം തീ ഇരിക്കണം. അതാണ്ട. അപ്പം നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും എന്താ പറയുക, ജസ്റ്റ് ഒരു ബ്രഷും സോപ്പ് വെള്ളം വെച്ച് നല്ലോണം കഴുകി വെച്ചാലും മതി, അടിപൊളിയായിട്ട് ഇത് കിട്ടുള്ളൂ. പിന്നെ ഒരു തിളക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡാഷ്ബോർഡ് ക്ലീനർ ഉപയോഗിച്ചെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അകം കൂടി ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വണ്ടിയുടെ 80-85% കാര്യങ്ങൾ നമുക്ക് തന്നെയായിട്ട് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽസ് വാങ്ങാനുള്ള പൈസയും അത്യാവശ്യമല്ല, അതിന് കൂടുതൽ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വർക്ക് നമുക്ക് തന്നെ ചെയ്യട്ടോ. നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്, കാര്യം നമ്മൾ തന്നെ ചെയ്തിട്ട് വണ്ടി റെഡി ആകുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് നമുക്ക് ഏത് വർക്ക്ഷോപ്പിൽ കൊടുത്താലും കിട്ടുമല്ലോ കേട്ടോ. പിന്നെ മെനക്കേടാണോ വെച്ചാൽ മെനക്കേടാണ്, നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെടണം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കും, അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ സെന്നല്ല, ഏത് വണ്ടി ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം വർക്കിൻ്റെ വർക്കാണ് ചെയ്തത്, അത് ഏത് വണ്ടിക്കും ആപ്ലിക്കബിൾ ആണ്. നമുക്ക് എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ വണ്ടിയിൽ ഞാൻ സ്കേർട്ടിങ് ചെയ്യുന്നുണ്ട്. നോക്കി, സ്കേർട്ടിംഗ് ഒക്കെ പിടിപ്പിക്കണമെങ്കിൽ ഞാൻ ഒരു വണ്ടി ബഡ്ജറ്റിൽ മോഡിഫൈ ചെയ്യണ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കണേ. ഇപ്പോൾ തന്നെ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെന്നിൻ്റെ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ.